ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഫാമിലാണ്. ഫാം എന്ന് വെച്ചാൽ കർണാടക സ്റ്റേറ്റിൽ മൈസൂർ ജില്ലയിൽ നഞ്ചങ്കോടിനും ബേഗൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫാമാണ്. ബാക്കിൽ നമ്മുടെ കപ്പ കൃഷി കാണാം. ഇതിന് ലൊക്കേഷൻ തെളിവായിട്ട് നമ്മുടെ ബാക്കിൽ ക്യാമറയുണ്ട്. അതുപോലെ നമ്മുടെ തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം 6 മണിയാണ്, വൈകിട്ട് 6 മണിയാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് എൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു. മെസ്സേജ് നമ്മുടെ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന മെസ്സേജാണ്. അതിൻ്റെ കണ്ടൻറ്റ് താങ്കളുടെ വാഹനം ഇന്ന് തിരുവനന്തപുരത്ത് ഇന്ന സമയത്ത്, അതായത് 12:55 എന്ന സമയത്ത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു ട്രാഫിക് വയലേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ മെസ്സേജ് വന്ന പ്രകാരം അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാത്തതിനാണ് ഇത് ചാർജിയിരിക്കുന്നത്. ഈ മെസ്സേജ് വന്നപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു. കാരണം ഇതുവഴിയും കുറേ തട്ടിപ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ആളെ അതിൻ്റെ ഡീറ്റെയിലൊക്കെ എടുത്തു. അപ്പം ജെന്യൂനാണ്, കേസ് ജെന്യൂനാണ്. അങ്ങനെ ഒഫൻസ് MVDൻ്റെ സൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. ഇനി ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ നമ്പർ KL20J4886. സാധാരണ എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ വണ്ടി കൊണ്ട് പുറത്തേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പോയിട്ട് 1 വർഷത്തിന് മുകളിലായി. അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ എടുത്ത് നോക്കുമ്പം ഇന്ന് ഓഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ പട്ടം ഭാഗത്താണ്. നോ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പോയി എന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇനിയാണ് കഥയിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഇരിക്കുന്നൊരു വണ്ടി കണ്ടോ, ഇതാണ് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി. ഇതിൻ്റെ മിറർ ഇമേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, KL20J4886. എന്തായാലും ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് ഞാൻ അത്രയും പെട്ടെന്ന് വണ്ടി ഓടിച്ച് ഇവിടെ എത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു തെളിവിന് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചലാൻ വരുമ്പം, ഈ ചലാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതിനകത്തൊരു വണ്ടിയുടെ ഫോട്ടോ ഉണ്ടാവും. അങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ വണ്ടിയുടെ ഫോട്ടോ, അതിൻ്റെ നമ്പർ പ്ലേറ്റ് അത്ര ക്ലിയർ അല്ല. നമ്പർ 4886 KL20 ആണ്. 20 ആണോ 29 ആണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അവസാനത്തെ ഇത് J ആണോ എന്നും പറയാൻ പറ്റത്തില്ല. ബാക്കിയൊക്കെ കറക്റ്റാണ്. എനിക്കും സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാണ്ട് പോകും. എവിടെയാണ് ലൊക്കേഷൻ ആരും ശ്രദ്ധിക്കത്തില്ല, ഒഫൻസ് എന്താണെന്ന് ശ്രദ്ധിക്കത്തില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഹെൽമെറ്റ് വെക്കാതെ എവിടെ പോകാറില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇത് നമ്മുടേതല്ല എന്ന് ഉറപ്പായ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ സുഹൃത്തുമായി കോൺടാക്ട് ചെയ്തു. അദ്ദേഹം ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴി പറഞ്ഞു. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പം ട്രിവാൻഡ്രത്തെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ നമ്പറൊക്കെ തന്നു. അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഒരു മാഡമാണ് എടുത്തത്. അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഏത് ഉദ്യോഗസ്ഥനാണ് ചാർജ് ചെയ്തതെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെയിലൊക്കെ അയച്ചു. ഇതുവരെ പോസിറ്റീവ് റെസ്പോൺസാണ്. അവരെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഇനി നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കുക. അബദ്ധവശാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ റെക്ടിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.